എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. ദീപാവലിയൊക്കെ വരികയാണ്. അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് എല്ലാവർക്കും ദീപാവലി വിഷസ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജിലേബിയുടെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ കേരളത്തിൽ കഴിക്കുന്ന റെഡ് കളറിലുള്ള ജിലേബി അല്ല, ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു ജിലേബിയാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും, അധികം വെയിറ്റിംഗ് പീരീഡൊന്നും ഇല്ല. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ജിലേബിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ അധികം താമസിയാതെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ജിലേബി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ജിലേബി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വേണം. മൈദ, കോൺഫ്ലവർ, കടലമാവ്, പിന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് ഈസ്റ്റിന് പകരം ബേക്കിംഗ് പൗഡർ ചേർക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് കളർ വേണം, അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, മഞ്ഞൾപ്പൊടി ചേർത്താലും മതി. ചെറിയ ചൂടുള്ള വെള്ളം, പിന്നെ തൈര്, പിന്നെ വേണ്ടത് കുറച്ച് ഉരുക്കിയ നെയ്യ്. ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇവിടെ 1/2 കപ്പോളം മൈദയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തു. 1/2 ടേബിൾ സ്പൂൺ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ജിലേബി ഉഴുന്നിലാണ് ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കടലമാവ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഇതിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈസ്റ്റിന് പകരം ബേക്കിംഗ് പൗഡർ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്ന ഒരു ജിലേബിയാണ്. ഉഴുന്ന് ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉഴുന്ന് 2 മണിക്കൂർ കുതിർത്തതിന് ശേഷം അരച്ചിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് പെട്ടെന്നുള്ളതായതുകൊണ്ടാണ് ഈസ്റ്റ് ചേർക്കുന്നത്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊരു 1/2 ടീസ്പൂൺ നെയ്യൊന്ന് ഉരുക്കിയതാണ്, അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തു. പിന്നെ വേണ്ടത് കളറാണ്. ഞാനിവിടെ യെല്ലോ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ച് കളർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ യെല്ലോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കളർ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് കുടിക്കാനായിട്ട് എടുക്കുന്നത്. ഇത് ചെറിയ ചൂടുള്ള വെള്ളമാണ്. അപ്പോൾ അത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ബാറ്റർ ഒരുപാട് ലൂസുമല്ല ഒരുപാട് കട്ടിയിലും അല്ല ഉള്ളത്. നമുക്ക് ഒഴിക്കാൻ പറ്റുന്നൊരു പരുവത്തിലാണ് ഇത് ഉള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 30 മിനിറ്റ് ഒന്ന് അടച്ചിട്ട് ഒരു ചൂടുള്ള സ്ഥലത്തൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങൾ സ്റ്റൗവിൻ്റെയൊക്കെ അടുത്ത് വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഒന്നുകൂടെ നല്ലതായിട്ട് ഫെർമെൻ്റായി കിട്ടും. അപ്പോൾ ഇതാണ് ഈ മാവിൻ്റെ ഒരു പരുവം. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് നല്ല ചൂടുള്ള സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് അവിടെ ഇരുന്ന് ഫെർമെൻ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ 30 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് പഞ്ചസാര പാനി നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ പഞ്ചസാരയും ഈ വെള്ളവും കൂടി കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു ഏലക്ക ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് കുങ്കുമപ്പൂവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കുങ്കുമപ്പൂ ചേർക്കുന്നത്. അപ്പോൾ ഇത് ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് ഒരു സ്ട്രിങ്, അതായത് ഒരു നൂൽ പരുവാകുന്നത് വരെ ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ നാരങ്ങയുടെ ജ്യൂസാണിത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. ഇത് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പഞ്ചസാര ക്രിസ്റ്റലായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ചെറിയ ചൂടോടുകൂടി തന്നെ അത് നമുക്ക് എടുക്കണം. അപ്പോൾ നമ്മൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുക ആദ്യം. ഇനി ഈ ബാറ്റർ നമുക്കൊരു കുപ്പിയിലേക്കോ അല്ലെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗിലേക്കോ നമുക്ക് മാറ്റാം. ഇവിടെ ഞാനൊരു സോസിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കെച്ചപ്പിൻ്റെ ബോട്ടിൽസ് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന
മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് ജിലേബിയുടെ ഷേപ്പിലൊന്ന് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇത് വറുത്തെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ഇവിടെ മീഡിയം ചൂടിലാണ്, ഒരുപാട് ചൂടിലല്ല, എന്നാലും ഫ്രൈ ആയി വരാനുള്ള ചൂടിൽ കിടപ്പുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിൽ ജിലേബി ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ഷേപ്പ്. അപ്പോൾ അതുപോലെ ചുറ്റിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ജിലേബി ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ജിലേബിയാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഉഴുന്നൊന്നും വേണ്ട, ഇത് പെട്ടെന്ന് തന്നെ അതേ രുചിയിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു സൈഡൊന്ന് ശരിയാവുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കുറഞ്ഞ തീയിൽ തന്നെ ഇത് 2 സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. 2 സൈഡും ഫ്രൈ ആയി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര സിറപ്പിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം. അപ്പോൾ പഞ്ചസാരയുടെ സിറപ്പ് ചെറിയ ചൂടിൽ തന്നെയാണ് വേണ്ടത്, എങ്കിൽ മാത്രമേ അതിൻ്റെ സിറപ്പൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് ജിലേബിക്കുള്ളിലൊക്കെ നല്ല മധുരം വരുള്ളൂ. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 സൈഡ് തിരിച്ചു മറിച്ചും ഇട്ട് കൊടുക്കുക. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ജിലേബിയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ജിലേബി ഇങ്ങനെയല്ല. അപ്പോൾ അടുത്ത ട്രിപ്പും ഇതുപോലെ തന്നെ നമുക്ക് ജിലേബി ഫ്രൈ ചെയ്തെടുത്തിട്ട് സിറപ്പിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജിലേബിയുടെ റെസിപ്പിയാണ്. എന്തായാലും ഈ ദീപാവലിക്ക് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എല്ലാ ജിലേബീസും ഇതുപോലെ സിറപ്പിലിട്ടിട്ട് എടുക്കുക. ഇത് പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു അടിപൊളി ജിലേബിയുടെ റെസിപ്പിയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇന്നത്തെ ഈ ജിലേബിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ദീപാവലി വിഷസ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്